بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: إذا قال العبد الحمد لله مرة ملأت ما بين السماء والأرض، أو كما قال رسول الله. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായി റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 2 ക്ലാസുകളിലായി സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ ആയത്തിന്റെ വിശദീകരണവുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഫാത്തിഹയിലെ 2ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പവിത്രമേറിയ വചനത്തെ അടിസ്ഥാനമാക്കിയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ, ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൽ ഫാത്തിഹയ്ക്കുള്ള ഒരു പേരായിരുന്നു സൂറത്തുൽ ഹംദ് എന്നത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ സ്തുതികളുടെയും യഥാർത്ഥ ഉടമ അല്ലാഹുവാണ് എന്നതാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതികളുടെയും ഉടമ, എല്ലാ പുകഴ്ത്തലുകളുടെയും ഉടമ അല്ലാഹുവാണ്. സ്വാഭാവികമായി ഈ ഒരു പ്രയോഗം നടത്തുമ്പോൾ നമുക്ക് തോന്നും, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഉസ്താദുമാരെ, നമ്മെ സഹായിച്ച പലരെയും നാം പുകഴ്ത്താറുണ്ട്. നാമുമായി ബന്ധപ്പെട്ട പല വ്യക്തികളെയും പലതരത്തിലുള്ള പുകഴ്ത്തലുകൾക്ക് നമ്മൾ വിധേയമാക്കാറുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവ പുകഴ്ത്തലുകൾക്കും ഉടമ, സ്തുതികൾക്കും ഉടമ
അള്ളാഹുവാണ് എന്ന് പറയാൻ കഴിയും? സ്വാഭാവികമായി നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു സംശയമാണിത്. യഥാർത്ഥത്തിൽ പടപ്പുകളെ പുകഴ്ത്താത്തവന്, അഥവാ സൃഷ്ടികളെ പുകഴ്ത്തേണ്ടവരെ പുകഴ്ത്താത്തവന് സൃഷ്ടാവായ റബ്ബിനെ പുകഴ്ത്താൻ കഴിയില്ല എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ശരിയാണ്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. നമ്മെ ഈ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തവരാണ്. അവർ പട്ടിണി കിടന്നപ്പോഴും നമുക്കാവശ്യമായ ഭക്ഷണം ചെറിയ തോതിലെങ്കിലും എത്തിച്ചു തരാൻ കഠിനമായ പ്രയത്നങ്ങൾ നടത്തിയവരാണ്. ആ നിലയ്ക്ക് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ മാതാപിതാക്കളെ തീർച്ചയായും നമ്മൾ പുകഴ്ത്തേണ്ടതുണ്ട്. പക്ഷേ എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മെ സംരക്ഷിക്കാനുള്ള കഴിവ് നൽകിയത് അല്ലാഹുവാണ്. നമ്മുടെ അധ്യാപകർക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മെ പഠിപ്പിക്കാനുള്ള ഇൽമ് നൽകിയത് അല്ലാഹുവാണ്. നമ്മെ ഏതെങ്കിലും രൂപത്തിൽ സഹായിച്ചതിന്റെ പേരിൽ നാം ഒരാളെ പുകഴ്ത്തുന്നുവെങ്കിൽ, അവർക്ക് പ്രശംസകൾ നൽകുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കാനുള്ള കഴിവ് അവർക്ക് നൽകിയതും അല്ലാഹുവാണ്. ഈ നിലയ്ക്ക് എല്ലാ പുകഴ്ത്തലുകളും ആത്യന്തികമായി ചെന്നു ചേരുന്നത് ഖാലിഖായ റാസിഖായ അല്ലാഹുവിലേക്കാണ്. അതാണ് അൽഹംദുലില്ലാഹ്. സർവസ്തുതികളുടെയും യഥാർത്ഥ ഉടമ അല്ലാഹുവാണ് എന്ന ആ വചനത്തിന്റെ വിശാലമായ അർത്ഥം. ശേഷം അല്ലാഹു പറഞ്ഞു റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു തആല എന്തുകൊണ്ടാണ് സർവ പുകഴ്ത്തലുകൾക്കും ഉടമയാകുന്നത് എന്നാണ് ശേഷം അങ്ങോട്ടുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്കിൽ തന്നെയും റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ഈ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത സൂക്ഷ്മജീവികൾ മുതൽ ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം അടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ സംരക്ഷണങ്ങൾ ഒരുക്കുന്നത്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഖാലിഖായ റാസിഖായ അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരൊറ്റ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട്. ഈ ലോകത്തെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിന്റെ സംരക്ഷണത്തെക്കുറിച്ച്, പരിപാലനത്തെക്കുറിച്ച് വളരെ കൃത്യമായി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നല്ല വിശാലമായി പരന്നു കിടക്കുന്ന സമുദ്രം, കടൽ. ആ കടലിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്ന് തന്റെ വായ പൊളിച്ചു വെച്ചുകൊണ്ട് ആരെയോ പ്രതീക്ഷിച്ചതുപോലെ കാത്തിരിക്കുന്ന മുതലകൾ, ചീങ്കണ്ണികൾ. ഇനി സമുദ്രത്തിൽ ഒരുപക്ഷെ നമുക്ക് അത്തരം ജീവികളെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വല്ല മൃഗശാലകളോ മറ്റോ ഒക്കെ സന്ദർശിക്കുന്ന സമയത്ത് മുതലക്കുളങ്ങളും ചീങ്കണ്ണികളെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളും ഒക്കെ കാണുമ്പോൾ അതിന്റെ കരയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് തല ഇങ്ങനെ പുറത്തേക്ക്, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വെച്ച് വായ ഇങ്ങനെ പൊളിച്ചു വച്ചിരിക്കുന്ന മുതലകളെ, ചീങ്കണ്ണികളെ ഒരുപക്ഷെ നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ വായ പൊളിച്ചിരിക്കുന്ന ചീങ്കണ്ണിയുടെ സമീപത്തേക്ക് ഒരു പ്രത്യേകതരം പക്ഷി പറന്നു വരികയാണ്. ആ പറന്നു വരുന്ന പക്ഷി ആ മുതലയുടെ വായയുടെ ഉള്ളിൽ ഇരിപ്പുറപ്പിക്കുകയാണ്. ഒരു കാട്ടുപോത്തിനെ പോലും, ശക്തിയുള്ള അതികൂറ്റനായ കാട്ടുപോത്തിനെ പോലും കീഴടക്കാൻ മാത്രം ശക്തിയുള്ള, വലിയ ആരോഗ്യമുള്ള മുതല എന്ന് പറയുന്ന ഒരു ഭീകരനായ ജീവി അതിന്റെ നീണ്ട കൂർത്ത പല്ലുകളുള്ള ആ വായയിലേക്ക് ഈ പക്ഷി വന്നിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ മുതല എങ്ങാനും
ആ വായ അടച്ചാൽ ഈ പക്ഷിയുടെ കാര്യം അതോടെ കഴിയും. പക്ഷെ എന്നിട്ടും ഈ പക്ഷി അവിടെ വരാതിരിക്കുന്നില്ല, ആ മുതലയുടെ വായിൽ ഇരിക്കാതിരിക്കുന്നില്ല. ആ പക്ഷി വന്നിരിക്കുന്നു. മുതലയുടെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുള്ള, മുതല കഴിച്ച ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളുണ്ട്, അത് കഴിച്ച ജീവികളുടെ അവശിഷ്ടങ്ങളുണ്ട്, മത്സ്യത്തിന്റെ മാംസത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ അതിന്റെ കൂർത്ത പല്ലുകൾക്കിടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഈ വായയിലേക്ക് വന്നിരിക്കുന്ന പക്ഷി ആ മുതലയുടെ പല്ലുകളിൽ നിന്നിങ്ങനെ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊത്തി കൊത്തി ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ആ മുതല തന്റെ വായ അടച്ച് ആ പക്ഷിയെ ഭക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആ മുതലയുടെ വായയിൽ ഇരിക്കാൻ യാതൊരു പേടിയുമില്ല, ഭയവുമില്ല. ഇത് നമ്മൾ പലപ്പോഴും ലോകത്ത് കാണാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് ആലോചിച്ച് നോക്ക്. ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ കരയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അകലെ സമുദ്രത്തിൽ ഒരു മുതല തന്റെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയ ഭക്ഷണ പദാർത്ഥം വൃത്തിയാക്കാൻ മറ്റു വഴി ആ മൃഗത്തിനില്ല. ആ മൃഗത്തിനോട് ആരാണ് പറഞ്ഞത്, സമുദ്രോപരിതലത്തിൽ ചെന്ന് വായയെ പൊളിച്ചു പിടിച്ചിങ്ങനെ കടന്നാൽ നിന്റെ പല്ലിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ, അസ്വാരസ്യങ്ങൾ അത് നീക്കിത്തരാൻ ഒരു പക്ഷി പറന്നു വരും എന്ന് ആ മുതലയോട് പറഞ്ഞവനാരാണ്? നമ്മൾ ചിന്തിക്കണം. കിലോമീറ്ററുകൾക്കകലെ കരയിൽ നിന്ന് സമുദ്രത്തിന്റെ മുകളിലൂടെ അടിച്ച് പാറി പറന്ന് വന്ന് ആ സമുദ്രത്തിന്റെ മധ്യത്തിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും അവിടെ ഇരിക്കാൻ മറ്റ് സ്ഥലങ്ങളില്ല, മരങ്ങളില്ല, കല്ലുകളില്ല, ഒന്നുമില്ല. ചുറ്റുഭാഗവും പാരാവാരം പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്ന സമുദ്രം. ആ സമുദ്രത്തിലേക്ക് ഈ പക്ഷിയോട് പറന്നു ചെല്ലൂ, നിനക്കുള്ള ഭക്ഷണം അവിടെ സമുദ്രോപരിതലത്തിൽ ഒരു മുതലയുടെ പല്ലിന്റെ ഉള്ളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആ പക്ഷിയോട് പറഞ്ഞവനാരാണ്? അവനാണ് അല്ലാഹു. അവനാണ് അല്ലാഹു. അതാണ് ഇവിടത്തെ അത്ഭുതം. കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് ചിറകടിച്ച് സമുദ്രത്തിലേക്ക് ചെല്ലൂ, നിനക്കുള്ള ഭക്ഷണം ആ സമുദ്രത്തിലുണ്ട് എന്ന് ആ പക്ഷിയോട് പറഞ്ഞവനാണ് അല്ലാഹു. നിന്റെ വായയിൽ, നിന്റെ പല്ലിൽ രൂപപ്പെട്ടിട്ടുള്ള ആ വേസ്റ്റുകൾ, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. വായ പൊളിച്ച് സമുദ്രോപരിതലത്തിൽ ചെന്നോളൂ, അത് വൃത്തിയാക്കപ്പെടും എന്ന് മുതലയെ പഠിപ്പിച്ചവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് റബ്ബിൽ ആലമീൻ, എല്ലാ ലോകത്തിനും രക്ഷിതാവാണ്, സർവ്വലോകത്തിന്റെയും രക്ഷിതാവാണ് അല്ലാഹു. നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവജാലങ്ങൾ മുതൽ ഏറ്റവും വലിയ മൃഗത്തെ വരെ സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ വായ കീറിയ രക്ഷിതാവ് ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ മൃഗത്തിനും ഓരോ ഭക്ഷണ രീതി അല്ലാഹു തആല കണക്കാക്കി വച്ചിട്ടുണ്ട്. ഓരോ മൃഗത്തിനും കൃത്യമായി ഭക്ഷണം റബ്ബ് തആല നൽകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാനാ. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലുള്ള ആളുകളാണെങ്കിൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഹഖ്ഖ തവക്കുലിഹി, ശരിയായ വിധത്തിൽ അല്ലാഹുവിലേക്ക് തവക്കുലാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്കും ഭക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? തഗ്ദൂ ഖിമാസാ വതറൂഹു ബിതാനാ.
രാവിലെ തന്റെ കൂട്ടിൽ നിന്ന് അന്നമന്വേഷിച്ച് ചിറകടിച്ച് പറന്നുയരുന്ന പക്ഷി, ആ പക്ഷി ഹിമാസ, വയറൊട്ടിയ നിലയിൽ ഭക്ഷണമൊന്നുമില്ലാതെ ഒട്ടിയ വയറുമായിട്ടാണ് രാവിലെ തന്റെ കൂട്ടിൽ നിന്ന് പറക്കുന്നത്. എന്നാൽ വൈകുന്നേരം തന്റെ കൂട്ടിലേക്ക് അണയുന്നത്, തിരിച്ചു വരുന്നത് നിറഞ്ഞ വീർത്ത വയറുമായിട്ടാണ്. അതുപോലെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അവർക്ക് വേണ്ടത് കൊടുക്കുകയാണ്. ഏതെങ്കിലും പക്ഷി പട്ടിണി കിടന്ന് ചത്തത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കിടന്ന് ചത്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം അന്വേഷിക്കാൻ പോകാൻ പറ്റാതെ എവിടെയെങ്കിലും ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പട്ടിണി കിടന്ന് ചത്തത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ എല്ലാ പക്ഷികൾക്കും അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നില്ലേ? രാവിലെ വിശന്നൊട്ടിയ വയറുമായി, ആലോചിച്ചു നോക്കണം, വിശന്നൊട്ടിയ വയറുമായി ഭക്ഷണം തേടിപ്പോകുന്ന പക്ഷി വൈകുന്നേരം നിറഞ്ഞു വീർത്ത വയറുമായി സന്തോഷത്തോടെ തന്റെ കൂട്ടിലേക്ക് കടന്നു വരുന്നില്ലേ? ഈ തവക്കുൽ നമുക്കുണ്ടാകണം. തവാക്കുലായി നമ്മുടെ തവക്കുൽ മാറരുത്. ചില ആളുകൾ തവക്കുൽ അഭിനയിക്കും. അങ്ങനെ അഭിനയിച്ചാൽ പോരാ. തവക്കുൽ എന്ന് പറഞ്ഞാല് നമ്മൾ വീടിന്റെ ഉള്ളിൽ കയ്യും കെട്ടി ഇരുന്നാൽ എല്ലാം അള്ളാഹു ഇങ്ങോട്ട് കൊണ്ടുവന്നു തരും എന്നതല്ല തവക്കുൽ. അങ്ങനെ അള്ളാഹു കൊടുത്തവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു തആല ആ നിലയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പല മഹാന്മാർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷിച്ചിറങ്ങണം. അള്ളാഹുവിൽ തവക്കുലാക്കണം. നമ്മുടേതായ അമലുകൾ നമ്മൾ ചെയ്യണം. നമുക്ക് കടമുണ്ടെങ്കിൽ കടം വീടാനുള്ള ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ കടം വീടാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ കടം വീടാൻ ആവശ്യമായ തൊഴിലുകളോ മറ്റിടപാടുകളിലോ നമ്മൾ ബന്ധപ്പെടുകയും വേണം. അങ്ങനെയാണ് തവക്കുൽ എന്നുള്ളത്. നിങ്ങൾ ശ്രമിക്കണം, അപ്പൊ അള്ളാഹു നൽകും. അതാണ് തവക്കുൽ. അല്ലാതെ കൈകെട്ടിയിരുന്ന് എല്ലാം അള്ളാഹു കൊണ്ടുവന്നു തരും എന്ന് ചിന്തിക്കാനല്ല യഥാർത്ഥ തവക്കുൽ. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പ്രയത്നം ആ വിഷയത്തിലൊക്കെ ഉണ്ടാകണം. റബ്ബിൽ ആലമീൻ, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ചെറുതും വലുതുമായ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വചനം, ആ വചനം വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വചനമാണ്. വിശുദ്ധ ഖുർആനിൽ 5 സൂറത്തുകളാണ് അല്ലാഹു തആല അൽഹംദുലില്ലാഹ് എന്ന വാക്കുകൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. മനസ്സിലാക്കണം. 5 സൂറത്തുകളെ അല്ലാഹു തആല അൽഹംദുലില്ലാഹ് എന്ന വാക്കുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. ബിസ്മി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ആയത്താണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. അവിടെ അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടാണ് അല്ലാഹു തആല തുടങ്ങിയത്. രണ്ടാമത്തെ സൂറത്തു അൻആം ആണ്. സൂറത്തുൽ അൻആം, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ അൻആം സ്റ്റാർട്ട് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ. കണ്ടോ നിങ്ങൾ? ആദ്യത്തേതിൽ സർവ്വലോക രക്ഷിതാവാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹു? റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു. ഈ രണ്ടാമത്തെ അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തിൽ അല്ലാഹു തആല എങ്ങനെ അല്ലാഹു തആല സർവ്വലോക രക്ഷിതാവായി എന്ന് വിശദീകരിച്ചു തരാം. അതാണ് ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ. ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, പ്രകാശത്തെ സൃഷ്ടിച്ചത്, ഇരുട്ടിനെ സൃഷ്ടിച്ചത് എല്ലാം അള്ളാഹുവാണ് എന്നതിലൂടെ ഇത് എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ആലമീനായത് എന്നൊരു സൂചന രണ്ടാമത്തെ സൂറത്തിലൂടെ നമുക്ക് നൽകുകയാണ്. മൂന്നാമത്തെ സൂറത്തുൽ കഹ്ഫ്, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. പ്രിയപ്പെട്ട ഉമ്മമാർക്കൊക്കെ ഒരുപക്ഷെ അതിന്റെ തുടക്കം ഇങ്ങനെ ഓതി മനപ്പാടമുണ്ടാകും. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ
വലം യജ്അൽ ലഹു ഇവജാ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സൂറത്തുൽ കഹ്ഫാണ് മൂന്നാമത്തെ സൂറത്ത്. അവിടെ നിങ്ങൾ നോക്ക്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹു? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. കണ്ടോ, വിശുദ്ധമായ ഖുർആനിനെ, ഗ്രന്ഥത്തെ ഇറക്കിക്കൊടുത്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പം ഭൂമി സൃഷ്ടിച്ചാൽ മാത്രം പോരാ, ആ സൃഷ്ടിച്ചതിനാവശ്യമായ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രം പോരാ, ആത്മീയമായ നല്ല സാരോപദേശം വേണം. അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളെ മനുഷ്യർക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തു. കണ്ടോ നിങ്ങൾ, ഭൗതിക സംരക്ഷണം ആദ്യം പറഞ്ഞു, അടുത്തത് ആത്മീയ സംരക്ഷണം പറഞ്ഞു. ഒരാളെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അയാൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രം പോരാ, അയാളുടെ ആത്മീയമായ പരിവർത്തനത്തിന് ആവശ്യമായ സാരോപദേശങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ സംരക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നാലാമത്തെ സൂറത്ത് സൂറത്തു സബ ആണ്. അതിന്റെ തുടക്കം അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ളതൊക്കെ അവനുടമപ്പെട്ടതാണ്, അല്ലാഹുവിനുടമപ്പെട്ടതാണ്. റബ്ബിൽ ആലമീൻ എന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണത്. ആകാശഭൂമികളിലുള്ളതിനെ മുഴുവനും ഉടമപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഉടമസ്ഥനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇതാണ് അതിന്റെ അർത്ഥം. അഞ്ചാമത്തേത് സൂറത്തുൽ ഫാത്തിറ ആണ്. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർള് എന്നാണ് അത് ആരംഭിക്കുന്നത്. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു തആല ആകാശഭൂമികൾ വെറുതെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്, ഫാത്തിറാണ് അല്ലാഹു തആല. ഒരു മുൻ മാതൃക ഇല്ലാതെയാണ് പടച്ചറബിനെ പടച്ചത്, അല്ലെ? നിങ്ങൾ നോക്ക്, നമ്മൾ ഇരിക്കുന്ന ഈ മദ്രസ ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് പണിതിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ആർക്കറിയോ? ഈ മദ്രസ ഇതുപോലെ പണിതിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? 15-20 വർഷമൊക്കെ. പള്ളിക്ക് മുമ്പ് പണിതാണോ? ആർക്കും അറിയില്ലേ? ആരും ഇല്ല ഇവിടെ. 20 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? എന്തോ ആവട്ടെ, എന്താണെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് ചോദിച്ചാട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പൊ എന്താണെങ്കിലും ഈ മദ്രസ ഇവിടെ പണിയുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്ക്, വേഗം തന്നെ 2 മേസ്തിരിയെ, ഒരു മെക്കാനിനെ വിളിച്ച് വേഗം കുറച്ച് സിമന്റ് അല്ലെങ്കിൽ കല്ലിറക്കി തറ കെട്ടി അങ്ങനെ പണിയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തേ? ആദ്യം തന്നെ നമ്മൾ ഒരു എഞ്ചിനീയറെ കാണും. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു എഞ്ചിനീയറെ കാണും. അയാള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ വെച്ചൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കി തരും. ഇതാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മദ്രസയുടെ പ്ലാൻ. ഇതിന് ഇത്ര വലിപ്പമാണുള്ളത്, ഇന്നിന്ന ഭാഗത്താണ് തൂണുകൾ വരുന്നത്, ക്ലാസ് മുറികൾക്ക് ഇത്ര വലിപ്പമാണുള്ളത്, വരാന്തയ്ക്ക് ഇത്ര വീതിയാണുള്ളത്, രണ്ടാമത്തെ മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെപ്പ് ഇന്ന ഭാഗത്താണ് എന്ന് തുടങ്ങിയിട്ട് കൃത്യമായി അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അതോടുകൂടി തീരൂല. നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് പിന്നെ വേറെ കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് ഉണ്ടാകും. അവിടെ ഇങ്ങനെ വേണം, ഇവിടെ എങ്ങനെ വേണം, അവിടെ ബാത്റൂം വേണം, ആ ബാത്റൂം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, ആ വാഷ് ബേസിൻ ഇവിടെ ആയിരിക്കണം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് നിർദ്ദേശം നമുക്ക് പറയാനുണ്ടാകും. അങ്ങനെ വീണ്ടും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ഈ എഞ്ചിനീയർ ഇതൊക്കെ മാറ്റി റെഡിയാക്കി വീണ്ടും കൊണ്ടുവരും, അല്ലെ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ പ്ലാനൊക്കെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ നിർമ്മാണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചോദിക്കുന്നത്, ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലാഹു തആലയ്ക്ക് ഒരു പ്ലാൻ വേണോ? പ്ലാൻ ആവശ്യമുണ്ടായിരുന്നോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ ഒരു പ്ലാനിന്റെ ആവശ്യമുണ്ടോ? ഒരു മുൻ മാതൃകയുണ്ടോ? മുമ്പ് എന്തെങ്കിലും കണ്ട് പരിചയിച്ചിട്ടുണ്ടോ? നമ്മളൊരു വീടുണ്ടാക്കുമ്പോ ആ വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പരിസരത്ത് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച പല വീടുകളിലും നമ്മൾ സന്ദർശനം നടത്തും. അവിടുത്തെ രൂപങ്ങളും അവിടെ വെച്ചിട്ടുള്ള അതിന്റെ അലങ്കാരങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയ വീടിനെ കുറിച്ച് ആലോചിക്കുക. ഒരു മാതൃകയുമില്ലാതെ, ഒരു മുൻമാതൃകയുമില്ലാതെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചവരാണ് അല്ലാഹു. ഫാത്തിരിസ് സമാവാതി വൽ അർള്. അല്ലാഹു തആല സൃഷ്ടി സംവിധായകനാണ്. ഒരു മുൻമാതൃകയില്ലാതെ പടച്ചവനാണ്.
അല്ലാഹു തആല പടച്ച ഒരു സാധനത്തിനും ഒരു വസ്തുവിനും ഒരു കുറവും നമുക്ക് പറയാനില്ല. ഈ ഭൂമി കുറച്ചങ്ങോട്ട് മാറിയിട്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല, നമുക്ക് അറിയില്ല. ഭൂമിയിൽ ഇപ്പൊ 24 മണിക്കൂറാണല്ലോ ഒരു ദിവസത്തിന്റെ സമയം. അതൊരു 38 ആയിരുന്നെങ്കിൽ പറയാൻ നമുക്ക് കഴിയില്ല. എല്ലാം കൃത്യമാണ്, എല്ലാം മനോഹരമാണ്. കുൻ ഫയകൂൻ. സുബ്ഹാനല്ലാഹ്. ഒരു വസ്തുവിനോട് ഉണ്ടാകാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ അവിടെ അതങ്ങ് ഉണ്ടാവുകയാണ്. അതല്ലാതെ മറ്റൊരു മുൻമാതൃകയുടെ ആവശ്യം പടച്ചവനില്ല. അങ്ങനെയാണ് അല്ലാഹു തആല പടച്ചത്. അപ്പൊ ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അൽഹംദുലില്ലാഹ് എന്ന പദം കൊണ്ട് സൂറത്തുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞ സമയത്ത് ഫാത്തിഹയ്ക്ക് കുറെ പേരുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പേരുകൾ കൂടുതലാകുന്നത് ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മഹത്വത്തിന് തെളിവാണ് എന്ന് ഇമാം റാസി റഹ്മഹുള്ളയുടെ ഉദ്ധരണി വായിച്ച് നമ്മൾ വിശദീകരിച്ചു. എന്നതുപോലെ വിശുദ്ധ ഖുർആനിൽ 5 സൂറത്തുകളെ തുടങ്ങാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത വചനം അൽഹംദുലില്ലാഹ്. അപ്പൊ എത്രയായിരിക്കും എന്റെ മഹത്വം, എത്രയായിരിക്കും അതിന്റെ മഹത്വം? അല്ലാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി മറ. ശരിക്കും ശ്രദ്ധിക്കണേ ഹദീസ്. തിരുവചനങ്ങൾ പറഞ്ഞു, ഒരാള് അൽഹംദുലില്ലാഹ് എന്ന് ഒരു വട്ടം പറഞ്ഞാൽ മലഅത് മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾ നിറയുന്ന പ്രതിഫലം അല്ലാഹു തആല അവന് നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വീണ്ടും വൈദാ ഖാല സാനിയ, രണ്ടാമത് ഒരാള് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മലഅത് മാ ബൈനസ് സമാഇ സാബിഅതി ഇലൽ അർളി സുഫ്ലാ, 7 ആകാശങ്ങൾക്കും 7 ഭൂമികൾക്കും ഇടയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും നിറയുന്നത്ര പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഫൈദാ ഖാല അൽഹംദുലില്ലാഹി സാലിസാ, മൂന്നാമത് ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് അല്ലാഹു പറയും സൽ തുഅതാ. ഓ പ്രിയപ്പെട്ട മനുഷ്യ, നിനക്കെന്താണ് വേണ്ടത് നീ ചോദിച്ചോളൂ, നിനക്കത് നൽകപ്പെടുമെന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അല്ലാഹു തആല അതൊക്കെ ധാരാളമായി ജീവിതത്തിൽ ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ള ദിക്ർ, ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട ദിക്ർ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ 3 തവണ ദിവസേന ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ഒരാൾ ചൊല്ലുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഈ ദിക്ർ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവരൊക്കെ 3 വട്ടം ചൊല്ലുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മഹാനായ ഈ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ മഹത്തായ റാത്തീബ് ക്രോഡീകരിച്ചത് ഇത്തരത്തിലുള്ള മഹത്വമേറിയ ദിക്റുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പതിവാക്കണം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കണ്ടോ? അപ്പൊ മനസ്സ് നിറഞ്ഞ് നല്ല സന്തോഷത്തോടെ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നൊന്ന് മനസ്സ് നിറഞ്ഞ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എത്ര സന്തോഷായിരിക്കും, അള്ളാഹ്ക്ക് എത്ര സന്തോഷായിരിക്കും. നമുക്ക് എത്രയോ നിഅമത്തുകൾ പടച്ചോൻ തന്നു. ആ കിട്ടിയ നിഅമത്തിന് അൽഹംദുലില്ലാഹ് പറയണം. അതിന് മടിക്കാൻ പാടില്ല, അതിന് മടി ഉണ്ടാവാൻ പാടില്ല. മനസ്സിൽ തട്ടി തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായി നമുക്കത് പറയാൻ കഴിയണം. റബ്ബ് തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് എന്നുള്ളത് ആ വചനം അത് അള്ളാഹുവിനുള്ള നന്ദി വചനം കൂടിയാണ്. അള്ളാഹു ചെയ്തു തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് അൽഹംദുലില്ലാഹ് എന്നുള്ള ആ വചനം.
ഒരാൾക്ക് എങ്ങനെയാ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുക? 3 രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കാം. ഒന്ന് ഹൃദയം കൊണ്ട് നന്ദി പ്രകടിപ്പിക്കാം, മറ്റൊന്ന് നാവ് കൊണ്ട് നന്ദി പറയാം, മറ്റൊന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട്, ചെയ്യൽ കൊണ്ട്, ഒരു കാര്യം ചെയ്തു കൊടുക്കൽ കൊണ്ട് നന്ദി കാണിക്കാം. 3 രൂപത്തിൽ നമുക്ക് നന്ദി കാണിക്കാം, അല്ലെ? ഈ 3 രൂപത്തിലുള്ള നന്ദിയും തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് എന്ന വചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മനസ്സ് തട്ടിയിട്ട് നമ്മളത് പറയുമ്പോൾ അത് നമുക്ക് അതനുസരിച്ച് അമലുകൾക്ക് പ്രതിഫലം കിട്ടും. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് തിരിച്ചറിയലാണ് അൽഹംദുലില്ലാഹ് എന്ന് ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നാണെന്ന് അതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം, അല്ലെ? ആ വരുമ്പോ നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയായി മാറും. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ എന്തൊക്കെയുണ്ടോ, നമ്മൾ 2 കാലിൽ നടക്കുന്നുണ്ട്, നമുക്ക് കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്, നമ്മുടെ ചെവികൾക്ക് കേൾവിയുണ്ട്, നമ്മുടെ നാവുകൾക്ക് നാവിന്റെ സംസാര ശേഷിയുണ്ട്, കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്, ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, നടന്നിട്ട് നമുക്ക് ഈ മജ്‌ലിസിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ അനുഗ്രഹങ്ങൾ പടച്ചറബ് തന്നു. നമുക്ക് വീടുണ്ട്, പുരയിടമുണ്ട്, സ്ഥലമുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരമക്കളുണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചെയ്തു തന്നു. പട്ടിണിയില്ലാതെ കഴിയുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഒന്ന് ചിന്തിച്ചു റബ്ബിനോട് നന്ദി പറയണം. ഹൃദയം കൊണ്ട് നന്ദി പറയണം. ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ട് നന്ദി പറയണം. എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നിഅമത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യണം, അത് തീർച്ചയായും നന്ദി ചെയ്യലാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി മാറണം. അതുപോലെ നന്ദി നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രം പോരാ, അത് പറയണം. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കൊണ്ട് സന്തോഷത്തോടെ പറയുക എന്നതാണ് നാവ് കൊണ്ട് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെ? നമ്മളോട് ഒരാൾ വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ഒന്നും പറയാൻ ഉസ്താദേ, കാലിന് വേദന, മുട്ടിന് വേദന, കൈക്ക് വേദന, അവിടെ വേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇല്ലാത്ത ഒന്നുമില്ലാന്നും പറഞ്ഞ് ഇങ്ങനെ വേവലാതി പറച്ചിലാണ് നമ്മൾ. എല്ലാരെ കുറിച്ചുമല്ല, ചില ആളുകൾ അങ്ങനെ എപ്പോഴും വേവലാതി പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും വിഷമം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നല്ല കച്ചവടമൊക്കെ നടത്തുന്ന ഒരാളോട്, അല്ല ആചാര്യ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ഡിമ്മാണ്. മൂപ്പര് നല്ല റാഹത്തിലായിരിക്കും ജീവിക്കുക, എന്നാലും പറയുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പൊ നമ്മുടെ ഇറാനിൽ യുദ്ധം നടക്കുകയല്ലേ, സാമ്പത്തിക പ്രതിസന്ധിയല്ലേ, പെട്രോളിന് വില കൂടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പൊ ചോദിച്ചാലും നല്ലതൊന്നും ഒരു അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറയാനില്ല. ഇങ്ങനെ പോരായ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മാറരുത്. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ എടുത്തു പറയണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കച്ചവടം എങ്ങനെ അൽഹംദുലില്ലാഹ് നന്നായി പോകുന്നുണ്ട് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം. അതെങ്ങനെയാ പറയാൻ കഴിയുക? അത് പറയാൻ കഴിയുന്നത്, നേരത്തെ നമുക്ക് 1 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് 50,000 ഉള്ളൂ. ശരി തന്നെയാണ്, നേരത്തെ വരുമാനം വെച്ച് നോക്കുമ്പോ ഇപ്പൊ കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്. എന്താ കാരണം? ആ 50,000 റബ്ബിക്ക് എനിക്ക് തരണ്ടല്ലോ. 5,000 പോലും വരുമാനമില്ലാത്ത ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരു ലോകത്തുണ്ടല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ആ അസുഖത്തെ കുറിച്ച് ചോദിക്കാം. നമ്മൾ രാവിലെ പോയി ബ്ലഡൊക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു, പ്രഷർ ടെസ്റ്റ് ചെയ്തു, അതുപോലെ ഷുഗർ ടെസ്റ്റ് ചെയ്തു, കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തു. 2 ആഴ്ച മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഷറും കൊളസ്ട്രോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ ഷുഗറും കൂടി തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഒരാൾ ചോദിക്കാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാല് നമ്മളെന്ത് പറയും?
ഇല്ലാത്ത അസുഖമൊന്നുമില്ല, ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേവലാതിപ്പെടും. നമ്മുടെ അസുഖമൊക്കെ ഒരു അസുഖമാണോ? നമ്മുടെ വിഷമമൊക്കെ ഒരു വിഷമാണോ? നമ്മളെക്കാൾ വിഷമം അനുഭവിക്കുന്ന എത്ര ജനങ്ങൾ ഈ ലോകത്തുണ്ട്? നമ്മേക്കാൾ പ്രയാസപ്പെടുന്ന രോഗങ്ങളുള്ള എത്ര മനുഷ്യന്മാരുണ്ട്? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കാഴ്ച കൊണ്ടു. ഒരാളുടെ കാലിൽ നിന്ന്, അത് വെച്ച് നോക്കണം, കാലിങ്ങനെ പഴുത്തിട്ട് ആ കാലിൽ നിന്ന് ഇങ്ങനെ പുഴുവിനെ തോണ്ടി തോണ്ടി എടുക്കുന്ന ഒരു കാഴ്ച. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പുഴുവരിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കാലിൽ നിന്ന് പുഴുവിനെ തോണ്ടി തോണ്ടി എടുക്കുന്ന ഒരു കാഴ്ച ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഫോണിൽ കണ്ടതാണ്. അത് വെച്ച് നോക്കണം. അതൊരു ചെറിയ അതും നോക്കും. അയാളോട് ചോദിച്ചാലും അയാളും പറയേണ്ട അൽഹംദുലില്ലാ എന്നാ. കാരണം എന്താ? അതിലും വലിയ പ്രയാസം അനുഭവിക്കുന്നവർ വേറെയുമുണ്ട്. എത്രയോ മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ, വലിയ വേദന നിന്നുകൊണ്ട് ജീവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, കിടന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റാതെ കിടന്നു പോയവർ, അതുപോലെ മലമൂത്ര വിസർജനത്തിന് പോലും ഒന്ന് അനങ്ങാൻ പറ്റാതെ തളർന്ന് കിടക്കുന്ന മനുഷ്യന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചവർ, ഇങ്ങനെ എത്രയോ രോഗങ്ങളുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നമൊക്കെ വല്ല പ്രശ്നമാണോ അമ്മമാരെ, സഹോദരിമാരെ? നമ്മുടെ ഷുഗർ ഒരു പ്രശ്നമാണോ? നമ്മുടെ കൊളസ്ട്രോൾ ഒരു പ്രശ്നമാണോ? ഒരാൾ നമ്മളോട് അസുഖമൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ, പടച്ചോ എനിക്ക് എപ്പോഴും അസുഖം തന്നുകൊണ്ടിരിക്കുക, എന്റെ കാര്യം എന്ത് ചെയ്തിട്ടും മാറില്ല, എന്താണോ റബ്ബ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ കുറ്റം പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ നമ്മൾ കുറ്റം പറയരുത്. എല്ലാ സാഹചര്യത്തിലും അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 3 രൂപത്തിലാണ് നന്ദി ചെയ്യേണ്ടത്. ഒന്ന് ഹൃദയം കൊണ്ട്, മറ്റൊന്ന് നാവ് കൊണ്ട് അഥവാ നിഅമത്തിനെ എടുത്തു പറയണം, മറ്റൊന്ന് അമല് കൊണ്ട് അഥവാ ഇബാദത്തുകൾ നമ്മൾ ചെയ്യണം, ആരാധനകൾ നിർവഹിക്കണം. അതാണ് അമല് കൊണ്ട് എന്ന് പറഞ്ഞാല്. നിസ്കാരം ഒരു ശുക്റാണ്, നോമ്പ് ശുക്റാണ്, സദഖ കൊടുക്കുക എന്നുള്ളത് ശുക്റാണ്, സകാത്ത് കൊടുക്കുക എന്നുള്ളത് ശുക്റാണ്, ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കുക എന്നുള്ളത് ശുക്റാണ്. ഇങ്ങനെ ചെയ്യുന്ന ആരാധനകളൊക്കെ ശുക്റാണ്, നന്ദിയാണ്. ആ നന്ദി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണം. മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രം നന്ദി ചെയ്യാനല്ല പടച്ചവൻ നമ്മളോട് പറഞ്ഞത് അല്ലെ? വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാമത്തെ വചനമാണ്. അല്ലാഹു പറയാണ്, അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. അതിന് സംശയമൊന്നുമില്ലല്ലോ. അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് റബ്ബ് പറയാൻ, വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ. ഉണ്ടോ? അപ്പൊ മാതാപിതാക്കളോട് നന്ദി ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെ അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ കഴിയും? മാതാപിതാക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ച, അവരോട് വർഷങ്ങളായി സംസാരിക്കാത്ത, അവരെ പൂർണ്ണമായി ഒഴിവാക്കിയ ഒരാൾക്ക് എങ്ങനെ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറാൻ കഴിയും? ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീർ. ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ഒരാൾക്ക് വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയില്ല. നമ്മുടെ മാതാപിതാക്കൾ എന്നത് നമുക്ക് ലഭിച്ചൊരു അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾ നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. നമ്മുടെ ഭവനം നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. നമ്മുടെ വാഹനങ്ങൾ നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. നമ്മുടെ ആരോഗ്യം നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാൾക്ക് അല്ലാഹുവിനോട് നന്ദി ചെയ്യാൻ കഴിയുക. നമുക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യണം. അമല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവോട് നന്ദി കാണിക്കൂല. ജനങ്ങളോട് നന്ദി വേണം. നമ്മെ ഒരു പ്രയാസഘട്ടത്തിൽ സഹായിച്ചൊരു മനുഷ്യനോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയണ്ടേ? അയാള് പിന്നെ നമ്മളെ വിളിക്കുമ്പോ മൈൻഡ് ചെയ്യാതിരിക്കുക, അയാൾ വിളിക്കുമ്പോ ഫോൺ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാളെ നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന് വിളിക്കാതിരിക്കുക, ഇങ്ങനെ നന്ദി കേട് നമ്മെ നിർണായക ഘട്ടത്തിൽ സഹായിച്ചൊരു മനുഷ്യനോട് നമ്മൾ കാണിക്കാൻ പാടുണ്ടോ? അങ്ങനെ സാധാരണ ജനങ്ങളോട് പോലും നന്ദി കേട് കാണിക്കാൻ പറ്റൂലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെ ഉമ്മമാരോട് നന്ദി കാണിക്കാൻ പറ്റും? എങ്ങനെ ഉപ്പമാരോട് നന്ദി കാണിക്കാൻ പറ്റും? എങ്ങനെ സഹോദരങ്ങളോട് നന്ദി കേട് കാണിക്കാൻ പറ്റും? പറ്റൂല. എല്ലാവരോടും നന്ദി വേണം. ജനങ്ങളോട് നന്ദി ചെയ്യുന്നവനെ അള്ളാഹുവിനും നന്ദി ചെയ്യൂ.
അശ്കുറുന്നാസി ലില്ലാഹി അശ്കുറുഹും ലിന്നാസ്. വേറൊരു ഹദീസിൽ കാണാം അശ്കുറുന്നാസി ലില്ലാഹി അശ്കുറുഹും ലിന്നാസ്. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നവൻ, ജനങ്ങളോട് നന്ദി കാണിക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാവരോടും നമ്മൾ നന്ദി കാണിക്കണം. മാതാപിതാക്കളോട് നന്ദി വേണം, ഉസ്താദുമാരോട് നമുക്ക് നന്ദി വേണം, അതുപോലെ മുതിർന്നവരോട് നമുക്ക് നന്ദി വേണം, പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ സഹായിച്ചവരോട് നമുക്ക് നന്ദി വേണം. അങ്ങനെ നന്ദി ചെയ്യുമ്പോഴേ അല്ലാഹു തആല നമുക്ക് നിഅമത്തുകൾ വീണ്ടും വീണ്ടും കൂട്ടി തരുള്ളൂ. ഈ അമ്മലു ആല ദാവൂദ ശുക്റാ. ഓ ദാവൂദ് കുടുംബമേ, നിങ്ങൾ സുകൃതങ്ങൾ ചെയ്യണം, നന്മകൾ ചെയ്യണം. എന്റെ അടിമകളിൽ നിന്ന് നല്ല നന്ദിയുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്റെ അടിമകളിൽ നിന്ന് എന്നോട് നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യണം, സുഗന്ധങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറണം. ലഇൻ ശക്കർതും ലഅസീദന്നകും എന്ന് വേറൊരു ആയത്തിൽ കാണാം. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദി ഇല്ലെങ്കിലോ, നന്ദി കാണിച്ചില്ലെങ്കിലോ അല്ലാഹു തആല അതിന്റെ ബാക്കിയായി തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, വല ഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഓർത്തോളൂ, ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് കഠിനമാണ് കേട്ടോ, നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല എന്ന് അല്ലാഹു തആല പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നന്ദി ചെയ്യണം. നന്ദി ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ലഭിച്ച നിഅമത്തിനെ അല്ലാഹു തആല എടുത്തു കളയും. ഒരൊറ്റ സംഭവം ഞാൻ പറയാം. മഹാനായ ഖാദി ഇബ്നു ഖല്ലിഖാൻ റഹിമഹുല്ലാഹ് അവിടുത്തെ ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചൊരു കഥയാണ്, ഒരു ഗുണപാഠമുള്ളൊരു കഥ. ഇത് നടന്ന സംഭവമാണെന്നല്ല, അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഗുണപാഠമുള്ള ഒരു കഥയാണ്. അദ്ദേഹം കഥയിൽ പറഞ്ഞത്, പൂർവികരിൽപ്പെട്ട ഒരാള്, അയാള് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമൊത്ത് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യയോടൊത്ത് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബൈന യദൈഹി ദജാജത്തുൻ മശ്വിയ, അവരുടെ മുന്നിൽ നല്ല ചുട്ട കോഴിയൊക്കെ ഇങ്ങനെ വെച്ച്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുഴുത്ത അൽഫാം അല്ലെങ്കിൽ ഒരു മുഴുത്ത എന്താണ് ഷവായ ഒക്കെ ഇങ്ങനെ വെച്ച് അവരിങ്ങനെ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു യാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. ആ യാചകൻ വന്നിട്ട് വാതിലിൽ മുട്ടി വിളിക്കുന്നു. അതേ സമയത്ത് ആ യാചകന്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടപ്പോ അയാള് പറഞ്ഞു, ഞാൻ ദിവസങ്ങളോളം പട്ടിണിയാണ്, എനിക്കൊരൽപ്പം ഭക്ഷണം തരുമോ? യാചകൻ ഇത് ചോദിച്ചപ്പോ അഹങ്കാരിയായ സുഖലോലുപതയിൽ മതിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് യാതൊരു തരത്തിലുള്ള നന്ദിയും കാണിക്കാത്ത ഈ മനുഷ്യൻ ആ യാചകനെ വെറുങ്കയോടെ മടക്കി വിടുകയാ. ഭക്ഷണത്തിന്റെ ഒരു തരി പോലും അയാൾക്ക് കൊടുത്തില്ല. കാലം ഇങ്ങനെ കടന്നു പോകുന്നു. ആ കാലം ഇങ്ങനെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ ഇയാളും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അവർ തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞു. പിന്നീട് ഇയാളുടെ സമ്പത്തൊക്കെ നശിച്ചു, എല്ലാം നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇയാൾ എത്തിപ്പെടുകയാണ്. അതേസമയത്ത് ഇയാളുടെ ഭാര്യയാകട്ടെ, അവര് മറ്റൊരാളെ വിവാഹം കഴിച്ചു. മറ്റൊരാളെ വിവാഹം കഴിച്ച് ആ ഭർത്താവിനോടൊപ്പം ഈ പെണ്ണ് ജീവിക്കുമ്പോ ആ മനുഷ്യനോടൊപ്പം, രണ്ടാമത്തെ ഭർത്താവിനോടൊപ്പം ഈ പെണ്ണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭർത്താവിനോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഒന്നാമത്തെ ഭർത്താവിന്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്, ചുട്ട കോഴിയൊക്കെയുള്ള നല്ല ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തതാ വേറൊരു യാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു യാചകൻ ആ വീട്ടിലേക്ക് വന്നു. അയാള് ഭക്ഷണം ചോദിച്ചു, വല്ലതും തരണം. കഴിച്ചിട്ട് ദിവസങ്ങളായി. ഈ രണ്ടാമത്തെ ഭർത്താവ് ആ പാത്രത്തിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ എടുത്തൊരു പാത്രത്തിലാക്കിയിട്ട് തന്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കൂ. ഈ ഭാര്യ
ആ പാത്രവും പിടിച്ചുകൊണ്ട് യാചകന്റെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ യാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ആ ഭക്ഷണത്തിന്റെ പാത്രം അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ മനുഷ്യൻ മറ്റാരുമല്ല, ഈ പെണ്ണിന്റെ ആദ്യ ഭർത്താവായിരുന്നു. ഇവളാകെ സ്തബ്ധയായി പോയി, വല്ലാത്ത വിഷമത്തിലായി പോയി. ഇതെന്താ തന്റെ പഴയ ഭർത്താവാണ് തന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് തന്റെ നിലവിലുള്ള ഭർത്താവിനോട് ഈ പെണ്ണ് ചെന്ന് പറഞ്ഞപ്പോൾ അയാള് പറയുകയാണ്, അയാൾക്ക് ഈ അവസ്ഥ വരാനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഭാര്യ തന്നെ പറഞ്ഞു കൊടുക്കാണ്, ഈ അവസ്ഥയിൽ അയാളെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതൊരു സംഭവമാണ്. എന്താണ് സംഭവം എന്നറിയോ? കുറെ കാലം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു യാചകൻ ഞങ്ങളുടെ അടുക്കൽ ഭക്ഷണം ചോദിച്ചു വന്നു. ആ സമയത്ത് അയാളെ ബാക്കി മടക്കി വിട്ടു, ഒന്നും കൊടുക്കാതെ വെറുങ്കയോടെ പറഞ്ഞു വിട്ടു. ആ കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അള്ളാഹു ആ മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതെ ആ പെണ്ണിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് പറയുന്നു, ഓ പ്രിയപ്പെട്ട പെണ്ണെ, അന്നത്തെ ആ യാചകനായ മനുഷ്യൻ ഞാനാണ് കേട്ടോ. അന്നത്തെ ആ മിസ്കീൻ ഞാനാണ്. അല്ലാഹു തആല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പകരം തന്നു. അതേ സമയത്ത് അയാളിൽ നിന്ന് നന്ദിയില്ലാത്തതിന്റെ പേരിൽ അള്ളാഹു അനുഗ്രഹങ്ങളെയൊക്കെ ഊരിക്കളഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് അയാൾ ഒന്നുമില്ലാത്തവനായി ഭൂമിയിൽ മാറി. ഭർത്താവ് തന്റെ ഭാര്യയോട് പറയാൻ, ഇതൊരു കഥയാണ്, നടന്ന സംഭവം അല്ലെങ്കിൽ മഹാന്മാർ ഉദ്ധരിച്ച സംഭവം അങ്ങനെയൊന്നല്ല. ഒരു മഹാനായ പണ്ഡിതൻ ഖാദി ഇബ്നു ഖല്ലിഖാൻ എന്നവർ തന്റെ കിതാബിൽ ഉദ്ധരിച്ച ഗുണപാഠമുള്ളൊരു കഥ. ഈ കഥയിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് എന്താ മനസ്സിലായത്? നമുക്ക് കുറച്ചു കാലമൊക്കെ പടച്ചവനെ ധിക്കരിച്ചൊക്കെ പിടിച്ചേക്ക് അല്ലാഹു തആല നമുക്കിങ്ങനെ ചൂണ്ടയിട്ട് തരുന്നത് പോലെ അഴച്ചഴച്ചിങ്ങനെ തരും, അഴച്ചഴച്ച് തരും, ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു തരും. അവസാനം ഒരു പിടുത്തങ്ങൾ പഠിക്കും. ആ പിടിയിൽ നിന്ന് ഒരുപക്ഷെ പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നന്ദിയുള്ളവരായി മാറണം. ഒരു പ്രയാസം വരുമ്പോഴേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയാസം വരുമ്പോ, ഒരു രോഗം വരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ഇത്ര നാള് ചെയ്ത നിഅമത്തുകളെയൊക്കെ തള്ളിപ്പറഞ്ഞ് എനിക്ക് മാത്രം എന്താ പടച്ചോൻ ഇങ്ങനെ, എന്നെ മാത്രം എന്താ ഇങ്ങനെയാക്കിയത് എന്ന് പറഞ്ഞ് വിലപിക്കരുത്. കണ്ടില്ലേ നിങ്ങള്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇദാ മരിദൽ അബ്ദു, ഒരു മനുഷ്യൻ രോഗിയായി കഴിഞ്ഞാൽ ബഅസല്ലാഹു ഇലൈഹി മലക്കൈൻ, 2 മലക്കുകളെ അല്ലാഹു തആല അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഓൾറെഡി നമ്മുടെ അടുത്തുള്ള കുറെ മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് പുറമെ എക്സ്ട്രാ 2 മലക്കുകളെ കൂടി ആ രോഗിയായ മനുഷ്യന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് ആ മലക്കുകളോട് അല്ലാഹു തആല എന്താ പറയാന്നറിയോ? നിങ്ങൾ ആ മനുഷ്യനെ നന്നായിട്ട് വാച്ച് ചെയ്യണം, നിരീക്ഷിക്കണം. അയാൾ രോഗിയായി കിടക്കുമ്പോ അയാളെ സന്ദർശിക്കാൻ വരുന്ന മനുഷ്യരോട് എന്താണ് അയാൾ പറയുന്നത് എന്ന് നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. അങ്ങനെ മലക്കുകൾ ഈ രോഗിയുടെ സമീപത്ത് വരും. ആ രോഗിയുടെ സമീപത്തേക്ക് വരുന്ന ആളുകളോട് എന്താണ് ഇയാൾ പറയുന്നത് എന്ന് ശ്രദ്ധിക്കും. ആ പറയണ കാര്യങ്ങൾ കൃത്യമായി റബ്ബിനോട് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ രോഗിയുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരിക, എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, വലിയ പ്രയാസമാണ്, അല്ലാഹു തആല എന്നെ മാത്രം എന്താ ഇങ്ങനെയാക്കിയത്, എത്ര സംഭാവന ഞാൻ പള്ളിക്ക് കൊടുത്തു, എത്ര ദിക്ർ ഞാൻ ചൊല്ലി, എന്തോരം സ്വലാത്ത് ഞാൻ ചൊല്ലി, ഞാൻ ഇന്നേ വരെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ, ഞാൻ എന്തോരം ഖുർആൻ ഓതിയ ആളാ, പിന്നെന്താ പടച്ചവനെ എങ്ങനെയാക്കിയത് എന്ന് പറഞ്ഞ് ആവലാതി പറഞ്ഞാൽ ആ ആവലാതി അതുപോലെ റബ്ബിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. അതേ സമയത്ത് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തന്നോട് വിശേഷം ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ്, ഇത്രയൊക്കെ സുഖം, ഇത്രയൊക്കെ ആഫിയത്ത് എന്റെ റബ്ബ് എനിക്ക് തന്നല്ലോ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ
അതെ, അല്ലാഹു തആലക്കത് നേരത്തെ അറിയാം. മലക്കുകൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അല്ലാഹ്ക്കതറിയാം. എങ്കിലും അല്ലാഹു തആല ഫയഖൂലു, അല്ലാഹു തആല മലക്കുകളോട് പറയും, ലിഅബ്ദി അലയ്യ ഇൻ തവഫൈതഹു, ഈ ലോകത്തിൽ അയാൾ മരിച്ചാൽ അയാൾക്ക് ഞാൻ സ്വർഗം പകരമായി നൽകും മലക്കുകളെ. അല്ലാഹു പറയും. അതല്ല, ഈ രോഗം അയാൾക്ക് ശിഫയായാലോ, അനുബ്ദില ലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി വദമൻ ഖൈറൻ മിൻ ദമിഹി, അയാൾക്ക് നല്ല നല്ല മാംസവും നല്ല രക്തവും ഞാൻ പകരമായി കൊടുക്കും എന്ന് പറഞ്ഞാൽ, അതുവരെ അയാളിൽ ഉണ്ടായിരുന്ന എല്ലാ മ്ലേച്ഛമായ സ്വഭാവങ്ങളും മാറ്റിയിട്ട് നല്ലത് അയാളിലേക്ക് നിറയ്ക്കും. അയാളുടെ പാപങ്ങളൊക്കെ ഞാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇമാം മാലിക് റഹ്മഹുല്ലാഹ് തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മൾ എത്ര നിസ്സാരമായ കാര്യമാണ്. ഒരാൾ നമ്മുടെ രോഗിയായി നമ്മൾ കിടക്കുമ്പോൾ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടമാണിത്. അതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ഒന്ന് റീഫ്രഷ് ചെയ്യും. എല്ലാ മാലിന്യങ്ങളും തുടച്ചു നീക്കി ഒരു നല്ല മനുഷ്യനാക്കി അള്ളാഹ് നമ്മളെ മാറ്റും. അൽഹംദുലില്ലാഹ് എന്നതിന്റെ പവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും നമ്മൾ നന്ദിയുള്ള വാക്ക് പറയണം, നന്ദി പറയണം. അള്ളാഹിനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അള്ളാഹുവിനെയും അള്ളാഹു തആല മദ്ഹ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പുകഴ്ത്തൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ആ റബ്ബിനെ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഒരൊറ്റ ദിക്ർ കൂടി ഞാൻ പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഒരു ദിവസം പടച്ചവനോട് പറഞ്ഞു, യാ റബ്ബി ശഗൽതനീ ബികസ്ബി യദി, പടച്ചവനെ ഞാൻ തൊഴിലൊക്കെ ചെയ്ത് വല്ലാതെ തിരക്കിലാണ്. എനിക്ക് കുറേ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഇവരൊക്കെ പോറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തൊഴിൽ ചെയ്തിട്ട് ഒരുപാട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലായി ഇബാദത്തും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം നീ പഠിപ്പിച്ചു തരണം. എന്താണ് ആ കാര്യം? അതില് തസ്ബീഹിന്റെയും അതുപോലെ തന്നെ ഹംദിന്റെയും ഒക്കെ സംഗമ സ്ഥാനമായ ഒരു ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായി നന്ദി പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു ദിക്ർ നീ എനിക്ക് പറഞ്ഞു തരണമെന്ന്, പഠിപ്പിച്ചു തരണമെന്ന് അള്ളാഹിനോട് പറഞ്ഞപ്പോ അല്ലാഹു തആല ആദം നബിക്ക് വഹി അറിയിച്ചു കൊടുത്തത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ദിക്ർ എല്ലാവരും പഠിച്ചു വെച്ചോ. അറിയാവുന്നതാണ്, ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ നേരത്തെ ദുആ ചെയ്തപ്പോൾ നമ്മൾ കേട്ടതാണ്. ഏതാണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. രാവിലെയും വൈകുന്നേരവും 3 തവണ ഇത് ചൊല്ലിക്കോ. അത് എല്ലാ തസ്ബീഹിന്റെയും ഹംദിന്റെയും ഒക്കെ സംഗമ സ്ഥാനമായ ദിക്റാണ്. അത് ചൊല്ലിക്കോ എന്ന് അല്ലാഹു തആല ആദം നബിക്ക് വഹി അറിയിച്ചു കൊടുത്തു എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് തന്റെ കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരം ദിക്റുകളൊക്കെ ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പതിവാക്കാൻ നമുക്ക് കഴിയണം. ഈ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ, ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കാൻ 3 തവണ വീതം പതിവാക്കാൻ നമുക്ക് കഴിയണം. 1 മിനിറ്റ് വേണം 3 തവണ ചൊല്ലി തീർക്കാൻ. എത്ര വലിയ നേട്ടമാണ് അത് കാരണമായി അല്ലാഹു തആല നമുക്ക് നൽകുക. അല്ലാഹു തആല നമുക്കതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവന് നന്ദിയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരുപാട് നിഅമത്ത് പടച്ചോൻ തന്നിട്ടുണ്ട്. നമ്മൾ ആരും ചോദിച്ചിട്ട് തന്നതല്ല, ചോദിക്കാതെ എന്തെല്ലാമാ എൻ്റെ റബ്ബ് എനിക്ക് വാരിക്കോരി തന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ആ റബ്ബിന് ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. ഇബാദത്തിന് മടി പാടില്ല. ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടാവരുത്, നിസ്കരിക്കാൻ മടിയുണ്ടാവരുത്, ഖുർആൻ ഓതാൻ മടിയുണ്ടാവരുത്, ദിക്ർ സ്വലാത്തുകൾ ചൊല്ലാൻ മടിയുണ്ടാവരുത്, നന്മകൾക്കൊന്നും നമുക്ക് മടിയുണ്ടാവരുത്. തെറ്റുകളിലേക്ക് പോകാതെ കണ്ണുകളെ, കൈകളെ, അവയവങ്ങളെ, നമ്മുടെ നാവിനെ എല്ലാത്തിനെയും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ നല്ല നന്ദിയുള്ള അടിവുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.